ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രിയങ്ക റൂമിലേക്ക് വരികയാണ്. പ്രിയങ്കയാണെങ്കിൽ അമ്മ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? പോയ വഴിക്ക് അങ്ങ് പോയാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. പ്രിയങ്കയുടെ മുത്തശ്ശി ഉടനെ തന്നെ ഡോർ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വന്നല്ലോ, ചേച്ചിയുടെ ഡ്രസ്സും ആഭരണങ്ങളും എല്ലാം പെട്ടെന്ന് ഊരിത്ത, ഞാൻ അത് അണിഞ്ഞിട്ട് വധുവായിട്ട് പൊക്കോളാമെന്നൊക്കെ പറയുന്നു. പ്രിയങ്കയുടെ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. പ്രിയങ്കയുടെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ്. പ്രിയങ്കയുടെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് മണവാട്ടിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെ എല്ലാവരെയും ചതിച്ചിട്ട് പോകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. പ്രിയങ്ക അപ്പോൾ രാധികയോട് ചോദിക്കുന്നു, ഞാൻ ചേച്ചിയോട് മണവാട്ടിയായിട്ട് ഇരിക്കാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ കല്യാണം കഴിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എല്ലാം തിരിച്ചു തരേണ്ടത് ചേച്ചിയുടെ ബാധ്യതയാണെന്നൊക്കെ പ്രിയങ്ക പറയുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട്, നടന്നത് എന്റെ വിവാഹമാണ്, എന്റെ കഴുത്തിൽ ഒരു പുരുഷൻ താലി കിട്ടിയെന്ന് പറയുന്നു. കല്യാണ മണ്ഡപത്തിൽ പോകും മുമ്പ് വരെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ മണ്ഡപത്തിൽ ചെന്നതിന് ശേഷം അയാളുടെ ഭാര്യയായി മാറി, എന്റെ കഴുത്തിൽ താലി വീണെന്നൊക്കെ രാധിക പറയുന്നു. പ്രിയങ്ക പറയുന്നുണ്ട്, ചേച്ചിക്ക് കാശുകാരനായ വരുണിന്റെ ഭാര്യയാകണമെന്നുള്ള ആഗ്രഹമാണോ? വരുണാണെങ്കിൽ എന്നെ കണ്ടിഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും എന്നെയാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് എല്ലാം തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം വെക്കുകയാണ്. പ്രിയങ്കയുടെ അമ്മ പറയുന്നുണ്ട്, അവളുടെ കഴുത്തിൽ ഒരു താലി വീണ് ആ താലിക്ക് ഒരു മഹത്വമുണ്ടെന്നൊക്കെ പറയുന്നു. അവൾ കതിർമണ്ഡപത്തിലേക്ക് കയറുന്നില്ലെന്ന് കരഞ്ഞു വിളിച്ചു പറഞ്ഞതാണ്. പക്ഷെ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ കയറിയത്. അവളാണ് ശരിക്കും എന്റെ മകളെന്നൊക്കെ പറയുന്നു. പ്രിയങ്കയുടെ അമ്മ പറയുന്നുണ്ട്, എന്നെ കൊന്നാലും ശരി, ഞാൻ അവളുടെ കഴുത്തിലെ താലി അഴിച്ചു മാറ്റാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ. പെട്ടെന്ന് പ്രിയങ്കയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പ്രിയങ്ക അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ്. പ്രിയങ്ക പറയുന്നുണ്ട്, അച്ഛന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനും അങ്ങോട്ട് പോയത്. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ സിനിമാക്കാരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക പറയുന്നുണ്ട്, നടന്നതൊക്കെ ഞാൻ വരുണിന്റെ കുടുംബക്കാരോട് പറഞ്ഞോളാം, അതിനുശേഷം വരുണിന്റെ കൈയും പിടിച്ച് ഞാൻ അങ്ങോട്ട് പൊക്കോളാമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ രാധികയോട് ദേഷ്യപ്പെടുകയാണ്. നീയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതെല്ലാം അഴിച്ചു തരണം, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ മുന്നിൽ കിടന്ന് ഞാൻ മരിക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ മകനും മരിക്കേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. പ്രിയങ്കയുടെ കൂട്ടുകാരികളും പറയുന്നുണ്ട്, പെണ്ണ് മാറിയത് ആർക്കും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാ ഡ്രസ്സും ആഭരണങ്ങളും തിരിച്ചു പ്രിയങ്കയ്ക്ക് കൊടുക്കുന്നതാണ് ശരിയെന്നൊക്കെ പറയുന്നു. രാധിക കണ്ണന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്താണ് കണ്ണാ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. നീ ആഗ്രഹിക്കുന്നത് ഞാനെല്ലാം തിരിച്ചു കൊടുക്കണമെന്നാണെങ്കിൽ ഞാൻ എല്ലാം തിരിച്ചു കൊടുക്കാമെന്നൊക്കെ രാധിക പറയുന്നു. പ്രിയങ്കയുടെ അമ്മ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവളുടെ കഴുത്തിൽ നിന്നും ആ താലി അഴിച്ചു മാറ്റുന്നത് വലിയ പാപമാണ്, ആ കണ്ണീരിന്റെ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. പ്രിയങ്കയോടും കൂട്ടുകാരികളോടും രാധികയുടെ ആഭരണങ്ങളെല്ലാം ഊരിയെടുക്കാനെന്ന് പറയുന്നു. എല്ലാവരും ചേർന്ന് രാധികയുടെ ആഭരണമെല്ലാം ഊരിയെടുക്കുകയാണ്. രാധിക കരഞ്ഞുകൊണ്ട് പ്രതിമ പോലെ നിൽക്കുന്നു. രാധികയുടെ കഴുത്തിലെ താലി അഴിച്ചെടുക്കുന്ന സമയത്ത് താലി മാത്രം സാരിയുടെ പ്ലേറ്റിൽ കുടുങ്ങി അവിടെ തടഞ്ഞിരിക്കുന്നുണ്ട്. അതാരും കാണുന്നില്ല. ശേഷം ആ താലി രാധികയുടെ ബാഗിലേക്ക് തന്നെ വീഴുകയാണ്. രാധിക ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, പ്രിയങ്ക നീ തന്നെ ഒരുക്കണം, എങ്കിൽ മാത്രമേ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൂടെ മാറത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് വരുണിന്റെ അമ്മ കൽപ്പനയോട് പറയുന്നുണ്ട്, നമുക്ക് പെൺകുട്ടിയെ കൂട്ടിട്ട് വരാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും റൂമിനുള്ളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും പ്രിയങ്ക സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണമൊക്കെ ഇട്ട് മണവാട്ടിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. വരുണിന്റെ അമ്മയ്ക്ക് പ്രിയങ്കയെ കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. പ്രിയങ്ക മുഖം മറച്ചല്ലേ എല്ലാവരും കണ്ടത്, ഈ വേഷത്തിൽ ആരും കണ്ടില്ലല്ലോ, മോള് വെളിയിലേക്ക് വന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ്. പ്രിയങ്കയെ കൂട്ടിട്ട് പോയതിന് ശേഷം മുത്തശ്ശി പ്രിയങ്കയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഇത്രയുള്ള കാര്യം, ഇതിന് വലിയ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പ്രിയങ്കയുടെ കൂട്ടുകാരികളും അവിടെ നിന്നും പോകുന്നു. പ്രിയങ്കയുടെ അമ്മ രാധികയെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്